ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ചാനൽ പരിചയപ്പെടുത്തരാം. ALM 2.0 എന്നാണ് ചാനലിൻ്റെ പേര്. ടെക് റിലേറ്റഡ് ആയ വീഡിയോസ് അതിനകത്ത് മെയിനായിട്ടുള്ളത്. എൻ്റെ ഫ്രണ്ട് ആദിലിൻ്റെ ചാനലാണ്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്കും ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അടിപൊളി ചാനലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ തമിഴ്നാട്ടിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നത് അമ്മയാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ മട്ടൻ കറിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണിച്ചിട്ടാം. ഫസ്റ്റ് തന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റായ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ 700 ഗ്രാം മട്ടനാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഉള്ളി ഇപ്പം എനിക്ക് അത്ര അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു സവോളയും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. സവോളയുടെ ആവശ്യമില്ല, ശരിക്കും ഉള്ളി മാത്രം മതി കേട്ടോ. ഉള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ. ഉള്ളി അരിയൊന്നും വേണ്ട, ഇതേപോലെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 5 വെളുത്തുള്ളി 2ആയിട്ട് കീറി എടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തും കൂടെ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എടുത്തിരിക്കുന്നത് നമ്മുടെ കിഴങ്ങാണ്. കിഴങ്ങ് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ കിഴങ്ങാണെങ്കിൽ ഒരു കിഴങ്ങും, ചെറിയ കിഴങ്ങാണെങ്കിൽ 2 കിഴങ്ങാണ് എടുക്കുന്നത്. ഇതേപോലെ അരിഞ്ഞെടുക്കുക. ഇനി ഇതിനകത്ത് വേറെ മീറ്റ് മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിനകത്ത് മെയിനായിട്ട് എടുക്കുന്ന മസാല എന്ന് വെച്ചാൽ നമ്മുടെ ജീരകവും കുരുമുളകും കൂടെ ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ആ മസാല മാത്രം നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒരു മീറ്റ് മസാല ആഡ് ചെയ്യുന്നില്ല. അടുത്തായിട്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി 2 എടുക്കുക, അല്ലെങ്കിൽ വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. എരിവ് കുറഞ്ഞതാണെങ്കിൽ ഒരു 4 എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്കും ഫസ്റ്റ് കുക്കറിലേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനേക്ക് 2 സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിനകത്തേക്ക് 2 സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. മുളക് പൊടി ഇപ്പോൾ എരിവ് കുറവുള്ള നിങ്ങൾ കാശ്മീരാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3 സ്പൂണൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പം എരിവ് കൂടിയ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ടർമറിക് പൗഡർ. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ തേങ്ങാക്കൊത്ത് എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് 2ആയിട്ട് പൊളന്നിട്ട് കൊടുക്കുക കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണ്, നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കിഴങ്ങും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മട്ടനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മട്ടണിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതിനകത്തേക്ക്. ഒരുപാടൊന്നും ആഡ് ചെയ്യണ്ട, 1 സ്പൂൺ ആഡ് ചെയ്താൽ മതി. വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില ആഡ് ചെയ്യുമ്പോഴേ കറക്റ്റ് നാടൻ ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്ക് എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ കുരുമുളകും ജീരകവും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഏകദേശം 2 സ്പൂൺ ഉണ്ട്. ഇത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. മസാല എല്ലാം കൂടെ നല്ല രീതിയിൽ അതിനകത്ത് പിടിക്കണം. അതിനുശേഷം നമ്മുടെ ലിഡൊക്കെ നല്ല രീതിയിൽ അടച്ചതിന് ശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 5 വിസിലാണ് വേണ്ടത്. ടോട്ടൽ 6 വിസിലാണ് നമുക്ക് വേണ്ടത്. അപ്പോഴത്തേക്കും നമുക്ക് അതുവരേക്കും വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പം ടോട്ടൽ 6 വിസിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ കംപ്ലീറ്റ് സ്റ്റീം പോയി കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഇനി അത് എടുക്കാവുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് അതുവരേക്കും വെയിറ്റ് ചെയ്യാം.
ഇപ്പം നമ്മുടെ മട്ടനൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കി കുക്കിംഗ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് നമ്മളിപ്പം ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നാടൻ ഫ്ലേവറാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മളിത് കറിവേപ്പിലാണ് ആഡ് ചെയ്യുന്നത്. കറിവേപ്പില ആഡ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില നമുക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ തണ്ടോട് കൂടി അങ്ങോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 2 തക്കാളിയില്ലേ, അതും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തക്കാളി ജസ്റ്റ് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്ത് മറ്റതിനകത്ത് ഇടുന്നത് വെന്തോളും കറക്റ്റായിട്ട്. അതിനുശേഷം നമ്മളിത് ഇതിനകത്തേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മട്ടൻ്റെ മിക്സ് അതിനകത്തേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ മട്ടൺ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ ആഡ് ചെയ്യാൻ, വേണമെങ്കിൽ ഇത്തിരി ഗ്രേവി ആയിട്ട് എടുക്കാൻ വേണ്ടി. നമ്മൾ കംപ്ലീറ്റ് ഗ്രേവി ആയിട്ടൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് സെമി ഗ്രേവി ആ ഒരു രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കൻഡ് ആയിട്ടുള്ള ഗ്രേവിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അല്ലാതെ ലൂസ് ആക്കിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു മട്ടൻ കറിയാണിത്. ബിഗിനേഴ്സിന് വരെ സിമ്പിളായിട്ട് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മട്ടൻ കറിയാണ്. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത കുട്ടി ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. പിന്നെ ഫീഡ്ബാക്ക്സ് കമൻറ്റ്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.